ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഈസി എഗ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിനകത്ത് കുറച്ച് കടുകും കുറച്ച് ക്യുമിൻ സീഡ്സും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അതെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്ക് അതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, കറി ലീവ്സ് ഇതെല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണെല്ലാം മാറി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഞാനൊരു സവാള ഇട്ട് കൊടുത്തു. ഒരു ബിഗ് സവാള അരിഞ്ഞ് ജൂലിനൊക്കെ അരിഞ്ഞ് ഒരു ബിഗ് സവാളയാണ് അതിനകത്ത് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നല്ലതായിട്ട് ഇളക്കുക. പിന്നെ അതൊന്ന് പെട്ടെന്ന് മീഡിയം കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നല്ലതായിട്ട് ഇളക്കി നമ്മളൊരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നേരം വരെ ഇളക്കണം കേട്ടോ. എന്നിട്ട് ചെറിയൊരു ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ടെർമറിക് പൗഡർ, പിന്നെ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുറച്ച് എഗ് മസാല ഇരിപ്പുണ്ടായിരുന്നു. ഒരു സ്പൂൺ എഗ് മസാലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതും വരെ നല്ലതായിട്ട് ഇളക്കാം കേട്ടോ. എന്നിട്ട് അതെല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഇളക്കുക. എന്നിട്ട് ഞാൻ ടൊമാറ്റോ പേസ്റ്റാണ് ഇട്ടത്. ടൊമാറ്റോ സോസ് അല്ല, ടൊമാറ്റോ പേസ്റ്റ്. ഇപ്പോൾ ടൊമാറ്റോ ഇടുന്നതിന് പകരം മിക്ക കറിയിലും ഞാനിപ്പോൾ ടൊമാറ്റോ പേസ്റ്റാണ് ഇടുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ടൊമാറ്റോ പേസ്റ്റ് ഇടുമ്പോൾ കുറച്ചുകൂടെ കറിക്ക് ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ഇട്ടു. അതിട്ട് നല്ലതായിട്ട് ഇളക്കി പച്ചമുളകെല്ലാം മാറി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഈ സവാളയൊക്കെ ആ ഒരു ഗ്രേവിക്കകത്ത് കിടന്ന് വേകാൻ വേണ്ടി അടച്ച് വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് മുട്ട ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു പാൻ എടുത്ത്, ഇത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ചിലർ ഡയറക്റ്റ്ലി മുട്ട പുഴുങ്ങിയതിടും. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്യാറുണ്ട് എഗ്ഗ് അതിനകത്തോട്ടിടുന്നതിന് മുമ്പ് കേട്ടോ. അപ്പം തീ വളരെ കുറച്ച് വെക്കാൻ ഓർക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയി പൊടി. അപ്പം മുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ എഗ്ഗ് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഞാൻ കറിക്കകത്തോട്ടിട്ടു. എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലൂടെ ഒഴിച്ചിട്ട് ഇളക്കി വെച്ച് ഒരു 15 മിനിറ്റ്സ് ചെറു തീയിൽ ഇട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് അവസാനം കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് കൂടെ ഇട്ട്, ഉപ്പൊക്കെ മതിയോ നോക്കിയിട്ട് കൊറിയാണ്ടർ ലീവ്സ് കൂടെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കും. നല്ല രുചിയുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.